പൊന്ന് ലക്ഷ്മിജി, നമ്മൾ ഹിന്ദുക്കൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേറെ ആരെങ്കിലും പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വളരെ സെൻസിറ്റീവായ വിഷയം, അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളുടെ വിഷയം വളരെ വർഷങ്ങളായിട്ട് ഉയർത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ തെറ്റായ നറേറ്റീവും തെറ്റിദ്ധാരണയും കൊണ്ടുവന്ന് ലക്ഷ്മിജിയെ പോലുള്ളവർ ഹിന്ദു സമൂഹത്തിന് അറിയാതെ ദ്രോഹം ചെയ്യാൻ. എനിക്ക് ലക്ഷ്മിജിയെ അറിയാം, വളരെ വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ലക്ഷ്മിജിയും കൂട്ടരുമാണ് രാഹുൽ ഈശോ തങ്ങൾ എന്ന് പേരിട്ടത്. അതായത് രാഹുൽ ഹിന്ദു, ഈശോ ക്രിസ്ത്യാനി, തങ്ങൾ ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് ഇവൻ എന്ന് കളിയാക്കിയ അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലല്ല, കളിയാക്കിയ അർത്ഥത്തിൽ ഇട്ടത്. ലക്ഷ്മിജി വളരെ നല്ല ഹിന്ദു ആക്ടിവിസ്റ്റാണ്, വിശ്വാസിയാണ്, എനിക്കറിയാം. പക്ഷേ ലക്ഷ്മിജിയുടെ അടക്കം മനസ്സിൽ, ശ്രീമതി ലക്ഷ്മി കാനത്തിന്റെ മനസ്സിലുള്ള ഈ തെറ്റിദ്ധാരണയാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുത്വവാദികളുടെ മനസ്സിലുള്ളത്. ഹിന്ദു ജനസംഖ്യ അപകടകരമായ രീതിയിൽ കുറയുകയാണ്. അതിന് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല. കേരളത്തിൽ ഈ ജനസംഖ്യ, കേരളം എന്ന മലയാളികളെന്ന ഈ ജനസംഖ്യ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് മുസ്ലിം സമൂഹം കാരണം മാത്രമാണ്. ഹിന്ദുക്കളുടെ കുറയുകയാണ്, ക്രിസ്ത്യാനികളുടെ കുറയുകയാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ കാട്ടി അപകടകരമായി നമ്മുടെ കുറയുകയാണ്. നമുക്ക് ലക്ഷ്മി കാനത്തിന്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം. ദൈവത്തെ ഓർത്ത് നമ്മുടെ RSSലെ സഹോദരങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം. ഈ തെറ്റിദ്ധാരണയാണ് അവരുടെ മനസ്സിൽ വർഗീയത ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് വളരെ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ലക്ഷ്മി കാനത്ജിയുടെ ഇന്നലത്തെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അതിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വളരെ പ്രസക്തവും വളരെ ശരിയുമായ ഇത് കൊടുത്തിട്ടുണ്ട്. 2024 ജനിച്ച കുട്ടികളിൽ 46.14% മുസ്ലിങ്ങൾ. കറക്റ്റാണ്. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യാ വളർച്ച നെഗറ്റീവിൽ, വളരെ സത്യമാണ്. ഓരോ വർഷവും ജനിക്കുന്ന ഹിന്ദുക്കളെക്കാൾ ഹിന്ദുക്കൾ മരിക്കുന്നുണ്ട്. ഓരോ വർഷവും ക്രിസ്ത്യാനികൾ ജനിക്കുന്നതിനേക്കാൾ ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമേ പോസിറ്റീവ് ഗ്രോത്ത് ഉള്ളൂ. അത് ഒരു ഗൂഢാലോചനയല്ല. ഹിന്ദു കുടുംബങ്ങളിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഒരു അമ്മയുടെ, ഉമ്മയുടെ, അമ്മച്ചിയുടെ വയറ്റിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണത്തിന്റെ പേരാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ്, അഥവാ ഒരു സമൂഹവും സമുദായവും കുടുംബവും നിലനിൽക്കാനുള്ള ജനന നിരക്ക്. ആ ജനന നിരക്ക് നമ്മൾ ഹിന്ദുക്കൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണ് പ്രശ്നം. അതിന് മലപ്പുറത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലക്ഷ്മിജിയുടെ മനസ്സിലെ ഈ തെറ്റായ ചിന്തയാണ് നമ്മൾ പല ഹിന്ദുത്വവാദികൾക്കും ഉള്ളത്. അതാണ് അപകടം. യഥാർത്ഥത്തിൽ അവിടെയാണ് RSS സഹോദരങ്ങളോട് ഞാൻ കൃത്യമായി പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കണം. സ്വയം സേവകരായിരുന്നുകൊണ്ട് കല്യാണം കഴിക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ടോപ്പ് ലീഡർഷിപ്പ് മാറ്റിവെച്ചാൽ, അതായത് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ RSSന്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു കല്യാണം കഴിക്കാത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആവശ്യമില്ല. 1940കളുടെ കാലഘട്ടത്തിലോ 30കളുടെ കാലഘട്ടത്തിലോ അത് ആവശ്യമാണ്. അന്നും ഓർക്കുക, കൂടുതൽ പണി ചെയ്തത് ഗാന്ധിജിയാണ്, കൂടുതൽ എഫേർട്ട് എടുത്തത് ഗാന്ധിജിയാണ്. പക്ഷേ RSS അടക്കമെന്ന് എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? RSSകാരടക്കം കല്യാണം കഴിക്കാതെ ഉള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ കുടുംബങ്ങൾ ഉണ്ടാകുന്നില്ല, കുട്ടികൾ ഉണ്ടാകുന്നില്ല, നമ്മുടെ ജനസംഖ്യ കുറയുക. ലക്ഷ്മി കാനത്ജിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ ചിന്ത ഉള്ളിലെ പഴയ, നമ്മുടെ എല്ലാം ഹിന്ദുക്കളുടെ ഉള്ളിലുള്ള പഴയ ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് വരുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിത ലക്ഷ്യം ഭരണം പിടിക്കാൻ എണ്ണം കൂട്ടലല്ലോ. മുസ്ലിങ്ങളെ കുറിച്ച് പറയുകയാണ്, മറ്റുള്ളവരുടെ ജീവിത ലക്ഷ്യം ഭരണം പിടിക്കാൻ എണ്ണം കൂട്ടലല്ലോ. വീട്ടിൽ കുട്ടികൾ ഉണ്ടാവുന്നത് ഭരണം പിടിക്കാനാണോ? വീട്ടിൽ കുട്ടികൾ ഉണ്ടാവുന്നത് രാഷ്ട്രീയം കളിക്കാനാണോ? അല്ല, കുടുംബ ഭദ്രതയാണ്. ഈ കുടുംബ ഭദ്രത എന്ന ആശയമാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് ഇല്ലാതെ പോകുന്നത്. ഇനി എന്നിട്ട് ഹിന്ദുക്കൾ പൊരുത്തം ഒന്നും നോക്കണ്ട, കല്യാണം കഴിയണം, വളരെ കറക്റ്റാണ്. മനപ്പൊരുത്തമാണ് നോക്കേണ്ടത്, സംശയമൊന്നുമില്ല. മനപ്പൊരുത്തത്തോടൊപ്പം വിവാഹ വിദ്യാഭ്യാസം, കുടുംബ വിദ്യാഭ്യാസം ക്രിസ്ത്യാനികൾ കൊടുക്കുന്നത് പോലെ ഹിന്ദു സമൂഹം അങ്ങനെ എത്രയും പെട്ടെന്ന് വിവാഹങ്ങൾ കഴിക്കണം. ഇല്ലെങ്കിൽ താലിബാൻ ഭരണം അകലെയല്ല. മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത്, ഹിന്ദുക്കളുടെയാണ്. ഇവിടെ ഇസ്ലാമോഫോബിയ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്മി കാനത്ജിയെ പോലുള്ളവരാണ് ഇത് മുഖ്യധാര ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന് അകറ്റുന്നത്. അതായത് ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കുറ്റം പറയാനുള്ള വളഞ്ഞ വഴിയാണ് എന്ന് താങ്കൾ അടക്കമുള്ളവരുടെ തെറ്റായ ഇടപെടൽ കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു ധാരണയുണ്ടായത്. ഞാനെന്ന വ്യക്തി വർഷങ്ങളായി പണിയെടുക്കുന്നത് ആദ്യമേ ചെന്ന് മതസൗഹാർദ്ദത്തോടെ, ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഹിന്ദുക്കൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ മുസ്ലിം വേദികളിലും പോയി പറയാറുണ്ട്, ഹിന്ദു കുട്ടികൾ കുറവാണ്. അതായത് ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് 90,000-ഓളം ഹിന്ദു കുട്ടികൾ കുറവാണ് ജനിക്കുന്നത്. ഞാൻ അതിൻ്റെ കൃത്യം കണക്കും പറയാം. അതായത് ആ കൃത്യം കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര ജനനം, എത്ര മരണം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. 2024 ഹിന്ദുക്കൾ ജനിച്ചത് 1,36,000, ഹിന്ദുക്കൾ മരിച്ചത് 1,87,000. അതായത് 50,000 ഹിന്ദുക്കൾ കുറഞ്ഞു. ക്രിസ്ത്യാനികൾ 48,000 ജനിച്ചപ്പോൾ 63,000 മരിച്ചു, 14,000 കുറഞ്ഞു. മുസ്ലിങ്ങൾ 1,60,60,000-ഓളം ഉണ്ട്,
62,000 ഡെത്ത്, ഏകദേശം 1,00,000-ഓളം, 96,000 ടു ബി പ്രിസൈസ്. അവർക്ക് ഗ്രോത്ത്. ഇത് നാച്ചുറൽ ആണ്, മുസ്ലിങ്ങളുടെയാണ് നാച്ചുറൽ, ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയുമാണ് തെറ്റ്. യഥാർത്ഥത്തിൽ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹിന്ദുക്കൾ. ഈ വിഷയം മനസ്സിലാകണമെങ്കിൽ ഈ ഇസ്ലാമോഫോബിയ മാറ്റണം. ഞാൻ അടക്കമുള്ളവർ പ്രവർത്തിക്കുന്ന ഇസ്ലാമോഫോബിയ മാറ്റുന്നതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇസ്ലാമോഫോബിയ തെറ്റാണ്, ഹിന്ദു മുസ്ലിം ഐക്യമെന്ന ഗാന്ധിജിയുടെ ആശയം വേണം. 2, ഇസ്ലാമോഫോബിയ കാരണമാണ് ലക്ഷ്മികാനത്ജിക്ക് അടക്കമുള്ളവർക്ക് വിഷയം മനസ്സിലാകാതെ പോകുന്നത്. നമ്മൾ ഹിന്ദുക്കളുടെ ഉള്ളിലാണ് വിഷയം. അതായത് യഥാർത്ഥത്തിൽ 2024 1,59,000 മുസ്ലിം കുട്ടികളാണ് ജനിച്ചത്, 1,36,000 ഹിന്ദു കുട്ടികളാണ് ജനിച്ചത്. യഥാർത്ഥത്തിൽ 2,30,000-ഓളം അല്ലെങ്കിൽ 2,25,000-ഓളം കുട്ടികളാണ് ജനിക്കേണ്ടിയിരുന്നത്. ഈ 2.1 കണക്ക്, അതായത് ഒരു കുടുംബം നിലനിൽക്കാൻ ഒരു കുടുംബത്തിൽ 2.1 കുട്ടികൾ വേണം. ഈ പഠിപ്പിക്കൽ ഓറിയന്റേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കുട്ടികൾ കുറവുണ്ടാകുന്നത് ലൈംഗികതയോ സെക്ഷുവാലിറ്റിയോ കുറവുള്ളത് കൊണ്ടല്ല, പകരം പോപ്പുലേഷൻ പോളിസി തെറ്റിപ്പോയതുകൊണ്ടാണ്. അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തെറ്റായൊരു പോപ്പുലേഷൻ പോളിസി ഇൻജക്ട് ചെയ്യപ്പെട്ടു. സർസംഘ് ചാലക് ഗുരുജി ഗോൾവൽക്കർ ഇതിനെക്കുറിച്ച് 1960-കളിൽ പറയുന്നുണ്ട്. നമ്മുടെ പോപ്പുലേഷനെ, ഡെമോഗ്രഫിക് ഡിവിഡൻഡിനെ ഇല്ലാതാക്കാൻ പലപ്പോഴും തെറ്റായ പാശ്ചാത്യ ഇന്റർവെൻഷനാണിതെന്ന് ഇന്നും ആ പാത പിടിച്ചാണ് ഈ ഹിന്ദുത്വവാദികൾ പോകുന്നത്. അതായത് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞത് മനസ്സിലാക്കാതെ ഈ വിദേശ ശക്തികൾ ഇന്ത്യയുടെ ജനസംഖ്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാതയിൽ പോയാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യയിൽ ഇടപെട്ട് മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാമെന്നുള്ള തെറ്റായ ചിന്തയാണ്. ഇതും പറയുന്നത് RSSന്റെ സർസംഘ് ചാലക് ഗുരുജി ഗോൾവൽക്കറാണ്. അതുകൊണ്ട് ലക്ഷ്മിജി യഥാർത്ഥത്തിൽ വേണ്ടത് മുസ്ലിം പോപ്പുലേഷനാണ് കറക്റ്റ്. മുസ്ലിം, അതായത് 2 to 3 കിഡ്സ് വേണം. ഒരു കുടുംബത്തിൽ 2 മുതൽ 3 കുട്ടികൾ വേണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതല്ലാതെ വേറെ ഒരു പ്രശ്നവും നമുക്കില്ല. ഇത് ഒരു 10-15 വർഷത്തിന്റെ അവയർനെസ്സിലൂടെ, ക്യാമ്പയിനിലൂടെ, ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാൻ കഴിയൂ. ഞാനൊക്കെ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിജി വർഗീയത പറഞ്ഞ്, വിദ്വേഷം പറഞ്ഞ്, അപരമത വിദ്വേഷവും മുസ്ലിം വിരോധം പറഞ്ഞ് ആ വിഷൻ ഇല്ലാതാക്കരുത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യയാണ് നോർമൽ, ഹിന്ദുക്കളുടെ ജനസംഖ്യയാണ് തെറ്റ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹം ഇപ്പം വളരെ ശക്തമായി അവരുടെ ഇടയിൽ കുടുംബ സംവിധാനം ശക്തമാക്കുന്നത്. അതിനർത്ഥം ഒരു വീട്ടിൽ 8-10 കുട്ടികൾ വേണമെന്നല്ല. ഓവർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്, അണ്ടർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് ഒപ്റ്റിമം പോപ്പുലേഷനാണ്. അതായത് ഓവറും പ്രശ്നമാണ്, അണ്ടറും പ്രശ്നമാണ്. നമുക്ക് മധ്യപാതയിലെ ഒപ്റ്റിമം പോപ്പുലേഷനാണ് വേണ്ടത്. അത് ഒരു വീട്ടിൽ 2 മുതൽ 3 കുട്ടികളാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നാളെ നമ്മൾ ഹിന്ദുക്കൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മുസ്ലിം വിരോധം മാറ്റി ഹിന്ദു സമൂഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒരു അങ്ങനെ വരുമ്പോൾ ലക്ഷ്മിജിക്ക് മനസ്സിലാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, കല്യാണത്തിന് മുമ്പ് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, മാരിറ്റൽ ഓറിയന്റേഷൻ, ഫാമിലി എഡ്യൂക്കേഷൻ, പേരന്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഹിന്ദുത്വവാദികൾ, തീവ്ര ഹിന്ദുത്വവാദികൾ പറയുന്ന പോലെ മുസ്ലിം വിരോധത്തിന്റെ പുറത്ത് നിൽക്കില്ല. അത് നമ്മുടെ ഫോക്കസ് ഇല്ലാതാക്കും, നമ്മുടെ ശ്രദ്ധ ഇല്ലാതാക്കും, നമ്മുടെ ഊർജവും മറ്റും ഇല്ലാതാക്കും. അതുകൊണ്ട് കുടുംബ സംവിധാനത്തെ ശക്തമാക്കി ഹിന്ദു കുടുംബങ്ങളെ, വിശിഷ്യ അതിൽ തന്നെ നായർ, നമ്പൂതിരി, സവർണ കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊളാപ്സ് ചെയ്യുന്നത്. ഈ കൊളാപ്സ് തിരിച്ച് പിടിക്കുന്നതിന് പകരം മുസ്ലിം വിരോധം കുത്തിവെക്കുകയല്ല. മുസ്ലിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുന്നത് അവർ ദൈവത്തിന്റെ മക്കളായി കണ്ടുകൊണ്ട് അവരുടെ ഫാമിലി സ്റ്റെബിലിറ്റി കാരണമാണ്. അവർക്കും 2 to 2.3 മാത്രമേ ഉള്ളൂ. അത് നോർമലാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ചെറുതായിട്ട് കുറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദു കുട്ടികൾക്ക്, ഫാമിലിക്ക് സ്റ്റെബിലിറ്റി വേണം എന്ന ആശയം മുമ്പോട്ട് വെക്കണം. മുസ്ലിം വിരോധം ഉപേക്ഷിച്ച് നോക്കിയാൽ ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നം കാണാം. കണ്ടില്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞ് കാണാൻ നമ്മൾ ഉണ്ടാകില്ല എന്ന് മാത്രം ലക്ഷ്മികാനത്ജിയോട് ഏറ്റവും താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പറയും.